ഡോക്ടർ നമ്മുടെ മെറ്റബോളിസം സ്ലോ ആണെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആക്ച്വലി മെറ്റബോളിസം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു ആക്ടിവിറ്റി, നമ്മൾ ഡെയിലി ആക്ടിവിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണത്തിലുള്ള ഒരു ക്രമീകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ കാർബ്സ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ പ്രോട്ടീനും അതിൽ ആവശ്യത്തിന്, അതായത് ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക എന്നുള്ള ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു ഡയറ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റും ആവശ്യത്തിന് പ്രോട്ടീനും ആവശ്യത്തിന് ഫൈബേഴ്സും വേണം. അപ്പോൾ അതൊരു പ്രധാന ഫാക്ടറാണ്. പിന്നെ നമ്മൾ മെറ്റബോളിസം കൂട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സസൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കാർഡിയോ എക്സസൈസസ് ചെയ്യുന്നത്, അതായത് ബ്രിസ്ക് വാക്കിംഗ്, ജോഗിങ്, സ്വിമ്മിങ്, സ്കിപ്പിംഗ്, സൈക്ലിംഗ്, അതെല്ലാം ഒരു കാർഡിയോ ആക്ടിവിറ്റിയാണ്. അതോടൊപ്പം തന്നെ റെസിസ്റ്റൻസ് ട്രെയിനിങ്, അതായത് മസിൽ ബിൽഡപ്പിന് വേണ്ടി ചെയ്യുന്ന എക്സസൈസസ്, അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ്, നമ്മുടെ ബോഡിയുടെ പോസ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ നമ്മുടെ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയുള്ള എക്സസൈസസ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആക്ച്വലി ചെയ്യുമ്പോൾ മെറ്റബോളിസം കൂടുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോപ്പർ സ്ലീപ്പ്, അതേപോലെ പ്രോപ്പർ ഹൈഡ്രേഷൻ, ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്.